നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തക്കാളിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ. അപ്പം ഞാൻ ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട് തക്കാളിയൊക്കെ. അപ്പം നമ്മൾ തക്കാളിയൊക്കെ നടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ നടാതെ നമ്മളൊരു 5-6 ഒന്നിച്ച് നടുക. അല്ലെങ്കിൽ ഒരു 8-10 നമ്മൾ നടുവാണെങ്കിലുണ്ടല്ലോ, ഒന്ന് 10 നട്ടാൽ ഇനി 5 പോയാലും നമുക്ക് 5 ബാക്കി കിട്ടുമല്ലോ. അപ്പം നമ്മൾ ഈ 2-3 നമുക്ക് നടുമ്പം അതിൽ ചിലപ്പോൾ 1-2 ഒക്കെ വാട്ടരോഗം വന്നു പോകും. ഇനി 3 പോയാലും നമ്മുടെ മനസ്സ് മടുക്കും. അതായത് അയ്യോ ഞാൻ നട്ട തക്കാളിയൊക്കെ ഇതുപോലെ വേരൊക്കെ ചീഞ്ഞും വാട്ടരോഗം വന്ന് പോവുകയാണല്ലോ, എനിക്കിത് ചെയ്താലൊന്നും ശരിയാകില്ല, തക്കാളി ഇങ്ങനെയൊന്നും അല്ല നടണ്ടേന്നൊക്കെ വിചാരിച്ച് ഇതുപോലെ കായൊക്കെ കായ്ച്ച് നിൽക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുക എല്ലാവരും ഇത് വേറെ എന്തൊക്കെയോ ട്രിക്കും കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇതുപോലെ കായ കിട്ടുന്നതെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പുറകോട്ട് നിൽക്കും. ഇതൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വളങ്ങളൊക്കെ കൊടുത്ത് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലെ വിളവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് ഒരു 5-6 തൈയൊക്കെ ഒന്നിച്ച് നടാൻ നോക്കുക. അതായത് നമ്മൾ വിത്തൊക്കെ പാകുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ തൈ കിട്ടുമല്ലോ. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴാണ് നമ്മൾ ഈ 2-3 തൈയൊക്കെ വാങ്ങി നമ്മൾ കൊണ്ടുപോയി നടും. അത് ചിലപ്പോൾ 3 നമ്മുടെ വാട്ടരോഗമൊക്കെ വന്ന് പോവുകയും ചെയ്യും. അപ്പം നമ്മൾ നടുമ്പോൾ ഇത്രയേറെ നടുവാണെങ്കിൽ അതിലിനി 2 കിട്ടിയാലും ആ 2 പൂ വന്നിട്ട് അത് കായാകുമ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നുന്നത്. അപ്പം നമുക്ക് വീണ്ടും നടാൻ തോന്നുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. 1-2 നടില്ല, ഞാൻ നടുമ്പോൾ ഇത്രയേറെ നടും. ഇത്രയേറെ നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിൽ ഇനി 3-4 വാട്ടരോഗം വന്ന് പോയാലും ബാക്കി നമുക്ക് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ പൂവായി നിൽക്കുന്നതും ഈ പൂ കായാകുന്നുണ്ടോ എന്നൊക്കെ നോക്കി ആകാംക്ഷയോടുകൂടി നമുക്ക് നിൽക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും നടാൻ തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ ഓരോ സ്റ്റേജിലും പൂവൊക്കെ ആയി നിൽക്കുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റേജ് പാകി കിളിർപ്പിച്ചിട്ടൊക്കെ റെഡിയാക്കി നിർത്തുക. അപ്പോൾ ഇത് കണ്ടോ, ഇതെൻ്റെ ഒരു സിമ്പിൾ മെത്തേഡായിട്ട് ഞാൻ പാകിയതാണ്. ഇത് നമ്മൾ പച്ചമുളക് നട്ടൊരു ഗ്രോ ബാഗിൽ ഞാൻ പെട്ടെന്ന് മറ്റ് വളങ്ങളൊന്നുമില്ല, പച്ചമുളകിന് കൊടുത്ത വളം മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ തക്കാളി വിത്തിട്ട് പാകിയതാണ്. കണ്ടോ, ഒരെണ്ണം താഴെ പോയി അത് അവിടെ കിടന്ന് കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ തൈകളൊക്കെ പറിച്ച് നടേണ്ട സമയമായപ്പോഴത്തേക്കും നമ്മുടെ ഗ്രോ ബാഗൊക്കെ നമുക്ക് റെഡിയാക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ ഗ്രോ ബാഗിൽ നമ്മുടെ മണ്ണും വളങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ കരിയില കമ്പോസ്റ്റും അതുപോലെ അടുക്കള വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ നമ്മുടെ വളവും മാത്രം ഞാൻ ചേർത്തിട്ടുള്ളേ. അപ്പോൾ നമ്മുടെ തയ്യ് അത്യാവശ്യം ഇത്തിരി വളരാനുള്ള വളം ഇത് മാത്രം മതിയേ. ഇനി വേരൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും മതി നമ്മളിനി അടുത്ത വളപ്രയോഗം. അപ്പം നമുക്ക് അത്യാവശ്യം വളരാനുള്ള ഈ ഒരു വളം മാത്രം മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്നുകിൽ കരിയില കമ്പോസ്റ്റോ ഇല്ലെങ്കിൽ നമ്മുടെ ചകിരി കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കണേ. എന്ന് വെച്ചാൽ നമ്മുടെ ചെടിയുടെ വേരോട്ടത്തിന്, അതായത് നല്ലതുപോലെ വേര് പിടിക്കാനും അതുപോലെ മണ്ണ് നല്ലതുപോലെ ഇളകി കിടക്കാനും ഒക്കെയാണ് നമ്മളിങ്ങനെ ഈ ഒന്നെങ്കിൽ കരിയില കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കുന്നത്. ഇല്ല മണ്ണ് ഉറച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതോ വീണ്ടും കൊടുക്കുന്ന വളങ്ങളോ ഒന്നും മണ്ണിലേക്ക് ഇറങ്ങുകയും ഇല്ല, നമ്മുടെ ചെടിക്ക് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ നമ്മൾ ഇത് രണ്ടും ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതുപോലെ നമ്മൾ നനയ്ക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം നമ്മൾ വെള്ളം നനയുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഗ്രോ ബാഗ് നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം പോകാതെയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വളപ്രയോഗമാണെങ്കിലും ഒരുപാട് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാതെ നമ്മൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയുള്ളൂ. വളം അധികമായി പോയാലും വെള്ളം അധികം പോയാലും ഒക്കെ നമ്മുടെ അതായത് കായൊക്കെ തക്കാളിയൊക്കെ ഉണ്ടായാലും വിണ്ട് കീറി പൊട്ടി അതായത് ചീഞ്ഞ് പോകുകയൊക്കെ ചെയ്യും. വളം അധികമായാലും ഒക്കെ നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിലും കായ്ച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാം ചീഞ്ഞ് പോവുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്തിരിയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു.